ഹലോ! എല്ലാവർക്കും സുഖാണല്ലോ? അപ്പൊ ഇന്നൊരു കുഞ്ഞു റിസപ്ഷൻ വീഡിയോ ആണ്. അപ്പൊ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. റിസപ്ഷൻ ആരുടെന്നൊക്കെ ഞാൻ വഴിയേ പറയാം. അപ്പൊ അതിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ഞാനും കണ്ണനും ദേവുട്ടനും കൂടെ പട്ടാമ്പി ഓങ്ങല്ലൂര് ഭാഗത്തൊരു ഓഡിറ്റോറിയം ഉണ്ട്. അവിടേക്കാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പൊ വിഷുവേട്ടൻ ഉണ്ടായിരുന്നില്ല. അവർക്കൊരു മീറ്റിംഗ് ഉണ്ടായത് കാരണം നേരത്തെ എത്തുകയാണെങ്കിൽ ഉണ്ടാവും. ഇല്ലെങ്കിൽ നിങ്ങൾ പൊക്കോളൂ എന്ന് പറഞ്ഞപ്പോ നാട്ടിലുള്ള ഞങ്ങളുടെ സ്വന്തം സൂര്യേട്ടന്റെ ഓട്ടോ വിളിച്ചിട്ട് ഞങ്ങൾ അങ്ങനെ ചോദിച്ച് അങ്ങനെ പോയി. അപ്പൊ പോണ വഴിക്ക് ദേവുട്ടൻ കാര്യമായിട്ടൊന്നും വീട്ടിൽ നിന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ എവിടെ പോവാണെങ്കിലും എന്റെ ബാഗിൽ ഒരു കുപ്പി വെള്ളവും അതുപോലെ എന്തെങ്കിലുമൊക്കെ സ്നാക്സ് ഐറ്റംസ് കരുതാറുണ്ട്. അപ്പൊ ഞാൻ കപ്പ് കേക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഓട്ടോയിൽ ഇരുന്നിട്ട് ഞാൻ അതൊക്കെ കഴിക്കാനൊക്കെ കൊടുത്തു. അങ്ങനെ ഞങ്ങൾ ചോദിച്ചങ്ങനെ പോയി. ഞങ്ങൾ ഓഡിറ്റോറിയത്തിലെത്തി. ഓഡിറ്റോറിയത്തിലെത്തിയതും നേരെ ജ്യൂസ് ഐറ്റംസിന്റെ മുന്നിലേക്കായിരുന്നു. പല വെറൈറ്റി ജ്യൂസുകളൊക്കെ ഉണ്ടായിരുന്നു. ചെന്ന വഴി തന്നെ കുടിച്ചില്ല. ഞാൻ ഇത്തിരി കഴിഞ്ഞപ്പോ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ അവിടെ ആളുകളൊക്കെ വന്ന് തുടങ്ങണേ ഉണ്ടായിരുന്നുള്ളൂ. അമ്മ, ചേച്ചി, അനിയനൊക്കെ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അനിയന്റെ വൈഫും ഉണ്ട്. മോന്റെ പുറകെ നടക്കാണ്. അവന്റെ ഒരു ഭാഗത്ത് ഒതുങ്ങിയിരിക്കില്ല അച്ചൂട്ടൻ. അപ്പൊ ഞങ്ങളെല്ലാരും കൂടെ അവിടെ ഇരുന്ന് ഇങ്ങനെ വർത്താനം പറഞ്ഞു. അപ്പൊ ഇത് ആരാന്ന് വെച്ച് കഴിഞ്ഞാ എന്റെ വല്യമ്മയുടെ മോളുടെ മൂത്ത മകന്റെ കല്യാണാണ് ട്ടോ. അപ്പൊ ആ വല്യമ്മയുടെ മോന്റെ കല്യാണത്തിന് പോയ കഥകളൊക്കെ ഞാനൊരു ലോങ് വീഡിയോ ആയിട്ട് മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ വല്യമ്മയുടെ മോളുടെ മകന്റെ തന്നെയാണ് ട്ടോ ഈ റിസപ്ഷൻ. അപ്പോ ആ കല്യാണത്തിന് ഉണ്ടായിരുന്നവരൊക്കെ ഈ കല്യാണത്തിന് ഉണ്ടായിരുന്നു. പിന്നെ ദാ ഈ സംസാരിച്ചുകൊണ്ട് നിൽക്കണത് എന്റെ സ്വന്തം മേമയാണ്. മേമയുടെ ഹസ്ബൻഡും അവര് ചെന്നൈയിലാണ്. ഈ ഒരു റിസപ്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവര് ചെന്നൈയിലേക്ക് പോകും. പിന്നെ ഇപ്പൊ അടുത്തെങ്ങാനും കാണാൻ ഒരു സാധ്യതയും കാണുന്നില്ല. അങ്ങനെ ഞങ്ങൾ അവരുമായിട്ട് കുറേ നേരം ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ കല്യാണ ചെക്കനും കല്യാണ പെണ്ണും ഒക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. ഇതാ ഈ ഓറഞ്ച് സാരി ഉടുത്ത ആളാണ് കല്യാണ ചെക്കന്റെ അമ്മ, വല്യമ്മയുടെ മൂത്ത മോള്. അപ്പൊ ഞങ്ങളെ കണ്ടപ്പോ ഇങ്ങനെ വർത്താനം പറയാൻ വേണ്ടി വന്നതായിരുന്നു. പിന്നെ എല്ലാവരും ഉണ്ടായിരുന്നു. പിന്നെ ഈ പച്ച സാരി ഉടുത്ത ആളാണ് എന്റെ വല്യമ്മ. അപ്പൊ വല്യമ്മയായിരുന്നു ഞാൻ ദേവൂട്ടനെ പ്രസവിച്ച് കിടക്കുമ്പോ എന്റെ കൂടെ ഹോസ്പിറ്റലിൽ നിന്നുണ്ടായിരുന്നത്. ഞാൻ മുമ്പ് വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്നാലും ഒന്നുകൂടെ പറഞ്ഞൂന്നേ ഉള്ളൂ. പിന്നെ ഇതാ വല്യമ്മയുടെ മോനും വൈഫും ആണ് ട്ടോ. കല്യാണത്തിന് നേരെ ചൊവ്വെ എനിക്കൊരു വീഡിയോ ഇവരുടെ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ ഇപ്പൊ കിട്ടിയപ്പോ ഞാൻ ഒന്ന് വീഡിയോ എടുത്തതാണ്. അപ്പം അന്ന് കല്യാണ വേഷത്തിലാണെങ്കിൽ ഇപ്പൊ അങ്ങനെ അല്ലാന്നുള്ളൂ. ഇവരുടെ പേര് സന്ദീപ്, അനു എന്നാണ്. അപ്പൊ അനുവിന്റെ വീട്ടിന്ന് അമ്മയും അവരുടെ റിലേറ്റീവ്സ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അനുവിന്റെ അമ്മയുടെ വീടൊക്കെ ഫേമസ് ആണ്. യൂട്യൂബിൽ ഒരു കളർ മീ എന്ന് പറഞ്ഞ ചാനലിൽ ആ വീടിനെ കുറിച്ചിട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. 800 വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള പണ്ടത്തെ ഒരു നാലുകെട്ട് തറവാടാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനത്തെ വീടുകള്. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ആ കളർ മീ എന്ന് പറഞ്ഞ ചാനലിൽ പോയിട്ട് നോക്കിയാൽ മതി. മനസ്സിലാവും. പിന്നെ നമ്മുടെ റിലേറ്റീവ്സിന്റെ കല്യാണാണെങ്കിലും ഫോട്ടോ എടുക്കാൻ വിളിച്ചു കഴിഞ്ഞാൽ ഒരു മടിയാണ് ട്ടോ. അപ്പൊ ഞാനും ചേച്ചി ഇങ്ങനെ മടിച്ചങ്ങനെ നിക്കായിരുന്നു. എന്തായാലും ഞങ്ങൾ എല്ലാവരും കൂടെ നിന്നിട്ട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. അപ്പൊ അതിനുശേഷം പിന്നെ ഫുഡ് കഴിക്കേണ്ട ഭാഗത്തേക്ക് പോയപ്പോ നല്ല തിരക്കായിരുന്നു. മറ്റേ ബിരിയാണി, പിന്നെ വെള്ളപ്പം, പൊറോട്ട അങ്ങനെയുള്ള ഐറ്റംസ്, കടായി ചിക്കൻ, ചില്ലി ചിക്കൻ അങ്ങനെ ഒരുപാട് ഐറ്റംസുകൾ ഉണ്ടായിരുന്നു ട്ടോ. ഞാൻ വെള്ളപ്പാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. ദേവുട്ടനാണെങ്കിൽ വായിൽ മുറിവൊക്കെ കാരണം നേരാവണ്ണം കഴിക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോഴാണ് അവിടെ നല്ല പുഡിങ്ങുകൾ, വെറൈറ്റി പുഡിങ്ങുകളൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. ഇളനീർ പുഡിങ് അതിലന്നെ പല വെറൈറ്റീസും ഉണ്ട് ട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പൊ ഞാനൊന്നും നോക്കിയില്ല. ഇളനീർ പുഡിങ് എടുത്തിട്ട് അങ്ങനെ കഴിച്ചു. ചേച്ചിക്കാണെങ്കിൽ തലവേദന കാരണം അവളൊരു ചുക്ക് കാപ്പി അങ്ങനെ കുടിക്കായിരുന്നു. ദേവുട്ടനും കണ്ണനും പുഡിംഗ് ഒന്നും അത്രയ്ക്ക് വലിയ ഇഷ്ടാവാത്തോണ്ട് അവിടെ ഐസ്ക്രീം ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ വാങ്ങി കഴിച്ചു. അങ്ങനെ എല്ലാം കഴിച്ചു കഴിഞ്ഞപ്പോ വയറ് ഒരു വിധായിട്ടുണ്ടായിരുന്നു ട്ടോ. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ പിന്നെ ഓഡിറ്റോറിയത്തിന്റെ താഴേക്ക് പോന്നു. അച്ചൂട്ടൻ കാര്യമായിട്ടൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അനിയന്റെ മോൻ. അപ്പൊ അമ്മു പോയിട്ട് അച്ചൂട്ടന് കഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് റൈസ് ഒക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇതാണ് അനിയന്റെ വൈഫ് അമ്മു, ലക്ഷ്മി എന്നാണ് പേര്. അപ്പൊ അങ്ങനെ ഞങ്ങൾ കുറച്ചു നേരം കൂടെയൊക്കെ വർത്താനം പറഞ്ഞൊക്കെ അവിടെ നിന്നു. പിന്നെ ചേച്ചിയാണെങ്കിൽ ദേവുട്ടനെ വെച്ചിട്ട് ഒരു ഫോട്ടോ എടുക്കണം എന്നൊക്കെ പറഞ്ഞപ്പോ അവന് ഇതാ ഒരേ പോസിൽ അങ്ങനെ നിൽക്കായിരുന്നു ട്ടോ. ചിരി നിർത്തുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ അവിടുന്ന് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവിടുന്ന് പോരാനേ തോന്നുന്നുണ്ടായിരുന്നില്ല. ഒന്നാമത് വൈകുന്നേരത്ത് എവിടേലേക്ക് പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യം എനിക്ക്. അതും ഇതുപോലൊക്കെ ഫംഗ്ഷന് നമ്മുടെ റിലേറ്റീവ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമ്പോ പോരാനേ തോന്നില്ല. എന്തായാലും തിരിച്ച് വീട്ടിലെത്തിയപ്പോ നേരം 9 മണി ആയിട്ടുണ്ടായിരുന്നു രാത്രി. വിശാഖൻ എത്തിയിട്ടുണ്ടായിരുന്നു വീട്ടില്. പിന്നെ എനിക്ക് എങ്ങടേലും പോകുമ്പോ നമ്മൾ എങ്ങനെ അണിഞ്ഞൊരുങ്ങി പോയാലും തിരിച്ചു വന്നു കഴിഞ്ഞാൽ വള, മാല കാര്യങ്ങളൊക്കെ വേഗം ഞാൻ ഊരി വെക്കും ട്ടോ. എനിക്ക് പിന്നെ ഒന്നും ഇഷ്ടമില്ല. സിമ്പിൾ ആയിട്ട് ഇരിക്കാനാ ഇഷ്ടം. അങ്ങനെ വന്ന വഴി ഞാൻ അതൊക്കെ ഊരി വെച്ചതിന് ശേഷം ഒന്ന് ഫ്രഷ് ആയിട്ട് എവിടേലും പോയിട്ട് വന്നാലാണ് എനിക്ക് തലവേദന എടുക്കുക. അപ്പൊ ഞാൻ വേഗം ഒരു കർട്ടൻ ഇട്ടിട്ട് പോയ വിശേഷങ്ങളൊക്കെ വിശാലിനായിട്ട് അങ്ങനെ പറഞ്ഞിട്ടൊക്കെ ഇങ്ങനെ ഇരുന്നു. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാച്ചാൽ ലൈക്ക് ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറക്കരുത് ട്ടോ. അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ ബൈ.